നമസ്കാരം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഇ.പി. ജയരാജന്റെ ചില അവിശുദ്ധ ബന്ധങ്ങൾ പുറത്തുവന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിക്കുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ കോളിളക്കങ്ങളാണ്. കേരള രാഷ്ട്രീയത്തിൽ വൻ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇ.പി. ജയരാജന്റെ ജാവ്ദേക്കർ ചർച്ച. CPM-ൽ വലിയ ചേരിപ്പോരുകൾ ഉണ്ടാകുന്നു. BJP-യും കോൺഗ്രസും മുഖ്യനെയും വിശ്വസ്തനായ ഇ.പി.യെയും വാളാക്കി വിവാദങ്ങൾ ഉയർത്തുമ്പോൾ കൂടുതൽ തെളിവുകളും ആരോപണങ്ങളും കൊണ്ട് പുറത്തുവരികയാണ് കെ സുധാകരൻ. ജയരാജന്റെ അവിശുദ്ധ ബന്ധങ്ങൾ പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ജയരാജനോട് മുഖം തിരിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ പൊള്ളലുകൾ ഉണ്ടാക്കിയെന്ന് പുറത്തുവരികയാണ്. ഇ.പി. ജയരാജനെതിരായ ആരോപണങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. പാർട്ടിക്കുള്ളിൽ ജയരാജനെ ഒതുക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞ സുധാകരൻ താൻ പറഞ്ഞത് ഗൂഢാലോചനയെന്ന് പറഞ്ഞതിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞ സുധാകരൻ താൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഗൂഢാലോചന എന്ന് പറഞ്ഞതിനെ രൂക്ഷമായും വിമർശിച്ചു. ജയരാജൻ BJP-യിലേക്ക് പോകുമെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ എന്നും പോകില്ല എന്നല്ലേ അദ്ദേഹത്തിന് പറയാനാകൂ എന്നും ചായ കുടിക്കാൻ ഇ.പി.യുടെ വീട് ചായപീടുകയാണോ എന്നും പൂർവ്വകാല ബന്ധമില്ലാതെ ഒരു വീട്ടിൽ പോയി ചായ കുടിക്കാൻ ആരെങ്കിലും തുനിയുമോ എന്നും സുധാകരൻ ചോദിച്ചു. ജയരാജന്റെ ആരെങ്കിലും ചായക്കട നടത്തിയിട്ടുണ്ടോ എന്നും സുധാകരൻ ആരോപിച്ചു. BJP-യുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ചായ കുടിക്കാൻ വരാൻ ജയരാജന്റെ മകന്റെ ഫ്ളാറ്റ് ചായക്കടയല്ലെന്ന് സുധാകരൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടിലെത്തിയ ജാവ്ദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് ജയരാജൻ പറഞ്ഞതായി മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ പിന്നെ രാമകഥയാണോ സംസാരിച്ചത് എന്നായിരുന്നു സുധാകരന്റെ ചോദ്യം. ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ളവരെ കണ്ടതായി അദ്ദേഹം സമ്മതിച്ചിരുന്നു. പിന്നെ എങ്ങനെയാണ് ഗൂഢാലോചനയാണെന്ന് പറയുന്നത്? എന്തിനാണ് അയാൾ കാണാൻ വന്നത്? ചായ കുടിക്കുന്നു, ഒരുമിച്ച് സംസാരിക്കുന്നു. എന്തിനായിരുന്നു ഇതൊക്കെ? രാഷ്ട്രീയം പറഞ്ഞില്ലെന്നാണ് അവകാശപ്പെടുന്നത്. പിന്നെ രാമകഥയാണോ അവിടെ പറഞ്ഞതെന്നാണ് സുധാകരൻ ചോദിച്ചത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കച്ചവടമൊക്കെ നടന്നില്ലേ? വലിയൊരു സ്ഥാപനം ഷെയർ ചെയ്തു കൊടുത്തില്ലേ? അത് ചുമ്മാ കൊടുത്തതാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ഒരു കാര്യം പറയുമ്പോൾ അതിൽ വ്യക്തത വേണം. തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. എന്തായാലും അദ്ദേഹം വന്നു കണ്ടു എന്ന് ഇ.പി. ജയരാജൻ സമ്മതിച്ചല്ലോ. അതിനപ്പുറത്തല്ലേ ഈ പറയുന്ന നിയമപ്രശ്നങ്ങൾ ഉള്ളൂ എന്നും അത് കുഴപ്പമില്ല എന്നും പിന്നെ മരുന്ന് കഴിക്കാത്തത് കൊണ്ട് കിടക്കുന്നത് അദ്ദേഹമാണ്, അല്ലാതെ ഞാനല്ല. അദ്ദേഹമാണ് സ്ഥിരമായി കിടക്കുന്നതെന്നും ഞാൻ എവിടെയും കിടക്കുന്നില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു. ജയരാജന് ചില കൂട്ടുകെട്ടിന്റെ പ്രശ്നമാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ. അവരുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെയല്ലേ പറഞ്ഞത്. സത്യത്തിൽ അത് തന്നെയാണ് അതിനകത്തുള്ള തർക്കവും. അദ്ദേഹം പോകണമെന്ന് ആലോചിക്കുന്നതിന് കാരണം ഈ പറയുന്ന ശത്രുതയാണ്. മുഖ്യമന്ത്രിയും അദ്ദേഹവും തമ്മിൽ ശത്രുതയാണ്. എല്ലാ കാര്യങ്ങളിലും ജയരാജനെ പരിഗണിക്കുന്നില്ല എന്നതിൽ അദ്ദേഹത്തിനും പരാതിയുണ്ട്. ആ പരാതി പാർട്ടി ഫോറത്തിൽ പറഞ്ഞെങ്കിലും പരിഹാരമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ മായ്ച്ചു കളയാനാകാത്ത ഒരു പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഇതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. തനിക്ക് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തണമെന്ന ആഗ്രഹമൊന്നുമില്ല. ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യം പുറത്തു പറഞ്ഞു എന്നല്ലാതെ തന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കൂട്ടിച്ചേർത്തോ അദ്ദേഹത്തെ ഒന്നും നാറ്റിച്ചു കളയാമെന്ന് വിചാരിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു. ഇത്തരം ഒരു വെളിപ്പെടുത്തൽ വന്നപ്പോൾ അദ്ദേഹം ഒന്നും സംസാരിക്കാതിരുന്ന ചുറ്റുപാടിൽ താൻ പ്രതികരിച്ചു എന്നേ ഉള്ളൂ എന്നും പക്ഷേ എനിക്ക് വിവരം ലഭിച്ചതൊക്കെ യാഥാർത്ഥ്യമാണെന്നും ആ വിവരങ്ങളെല്ലാം സത്യമാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു.